ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളിലേക്കും ഈശോയെ ആഗതനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ യേശുവേ വാഴ്ത്തി സ്തുതിക്കുന്ന യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു, ഉടമ്പടി എടുത്ത മക്കളെ സമർപ്പിക്കുന്നു, അവർ സമർപ്പിച്ച നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ.
പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, ജപമാല മാതാവേ, സകല സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പരിശുദ്ധ അമ്മ വഴി അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗത്തിനായി അൾത്താരയിൽ സാന്നിധ്യം നൽകുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ വഴി നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ, പ്രാർത്ഥന ആവശ്യങ്ങൾ മൗനമായി സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഖനിയണമേ. സ്തുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതേ പരിശുദ്ധ മാതാവേ, ഉടമ്പടി നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ വിദൂരങ്ങളിൽ നിന്നുകൊണ്ട് കൃപാസനം ആദ്യ ചൊവ്വാഴ്ച ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിദേശത്ത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മക്കള് ഇപ്പോൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, അമ്മയുടെ മുന്നിലായിരിക്കുന്ന മക്കള് മനമുയർത്തി കരമുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമസ്ത നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ, അഭിഷേകമുണ്ടാകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ജീവൽ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ത്യാഗത്തോട് സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് കേട്ട സാക്ഷ്യങ്ങളിൽ ഇപ്പോഴേ ശുശ്രൂഷയ്ക്കായി അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാലായിൽ നിന്നുള്ള സാക്ഷ്യമാണ്. KM ജോസിൻ്റെ സാക്ഷ്യം. കാരണം 2 പ്രാവശ്യം അദ്ദേഹം ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയി അദ്ദേഹത്തിനൊരു അനീതി വന്നപ്പോൾ 2 പ്രാവശ്യവും, ഒന്ന് ഒരു അദ്ദേഹത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലെ കുടുംബത്തിൻ്റെ സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ വലിയ മതിൽ ഇടിഞ്ഞു വീണിട്ട് അത് എടുത്തു മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പം ഉടമസ്ഥനെ പോലും ആരാണെന്നൊരു പിടിയുമില്ലാണ്ടായി. ഉടമസ്ഥൻ വിദേശത്താണ്, എവിടെയാണെന്നും ആരാണെന്നും ഇതെവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? ഉടമ്പടി ചെയ്തിട്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി ആ സ്ഥലത്ത് വെതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോഴെന്നാ സംഭവിക്കണത്? അപ്പോൾ എൻ്റെ റൂട്ട് ഉടനെ മാതാവ് തെളിച്ചു കൊടുക്കും. ഈ ബുദ്ധി വില്ലേജ് ഓഫീസൊക്കെ അവിടെ തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ബുദ്ധിയിലൂടെ തോന്നണ്ടേ നമുക്കത്? അതാണ് പ്രശ്നം. എല്ലാ കാര്യങ്ങളും നമ്മുടെ വിടുതലിൻ്റെ പല മാർഗങ്ങളും ഈസി ആയിരിക്കാം. ചിലപ്പോൾ നമുക്കത് ആ സമയത്ത് പറഞ്ഞില്ല, അയ്യോ ആ സമയത്ത് ഞാനത് ഓർത്തില്ലെന്നൊക്കെ പറയത്തില്ലേ, ഇല്ലേ? ഇപ്പം പെന്തക്കോസ്താ ദിവസം അടുത്ത് വരികയാണ്. എല്ലാം ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. അപ്പോൾ
ദൈവതിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ആ വിഷയം സമർപ്പിച്ചപ്പോൾ അത് എവിടെ തുടങ്ങണമെന്ന് ഉടനെ റൂട്ട് കിട്ടി അല്ലേ. അദ്ദേഹം വലിയ ഓഫീസിൽ ചെന്നു സംസാരിച്ചു. അവർ വളരെ ഹൃദ്യമായി പെരുമാറി. അതിൻ്റെ സർവേ നമ്പരും അടുത്ത സ്ഥലത്തെ സർവേ നമ്പരും അതിൻ്റെ ഉടമസ്ഥൻ്റെ പേരും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്ത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ വളരെ മാന്യമായി അദ്ദേഹം സംസാരിച്ചു. സന്തോഷത്തോടെ ആ വിഷയം പെട്ടെന്ന് പരിഹരിച്ചു. ഇതുപോലെ തന്നെ വേറെ ഒരു സംഭവം അദ്ദേഹം പറയുന്നത്, അതും ഉപ്പാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളെക്കുറിച്ച് പത്രത്തിൻ്റെ 6-7 പേജുകളിലുണ്ട്. അനാദികാലം മുതൽ ദൈവം മനുഷ്യരെ ജീവിത സംഘർഷം അനുഭവിച്ചപ്പോൾ ദൈവം കൊടുത്തിട്ടുള്ള ചില ഭൗതിക അടയാളങ്ങളാണ്, വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഭൗതിക അടയാളങ്ങൾ ദൈവം കൽപ്പിച്ച് അനുഭവിച്ചു കൊടുത്തതാണ്. അപ്പം അവിടെ എന്താണ്, എൻക്രോച്ചാണ്, മതിൽ കെട്ടിപ്പോയതാണ്. അവിടെ അതിർത്തി കൈകേറി മതിൽ കെട്ടിപ്പോയതാണ്. അപ്പോൾ ചിലർ പറയും കോമ്പൻസേഷൻ കൊടുത്ത് അവസാനിപ്പിക്കാമെന്ന് പറയും. ചില ആൾക്കാർ മതിൽ പൊളിക്കും, പാർട്ടിക്കാരെയും കൊണ്ടുവന്ന് മതിൽ പൊളിക്കും. പക്ഷെ അതൊക്കെ ഹൈക്കോടതി പോയ ക്രിമിനലാണ്. വെയിൽ കെട്ടുന്നതിനൊരു നിയമം, മുള്ളു കമ്പി കെട്ടുന്നതിന് വേറെ നിയമം, കൈകാല കെട്ടുന്നതിന് വേറെ നിയമം, മതിലിന് വേറെ നിയമമാണ്. അതൊക്കെ ശരിക്കും ക്രിമിനലായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളകത്തും പോകും. ഇപ്പോൾ വെയിൽ പൊളിക്കണം നിസ്സാര കാര്യമൊന്നുമല്ല, ആരൊക്കെ കൂടി ഉണ്ടായാൽ. പക്ഷേ ഇത് തെളിവില്ലാതെ സംഭവം വളരെ സുന്ദരമായി സ്വർഗീയമായി ഈ വിഷയം പരിഹരിക്കുന്ന രീതി കണ്ടില്ലേ. അവിടെ കൊണ്ട് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വയം പൊളിച്ചു മാറ്റാനുള്ള ഒരു ദൈവിക പരിഹാരം വന്നു ചേരുകയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത്? ജീവിതത്തിലൊന്നും പ്രയാസമല്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഉണ്ടെങ്കിൽ ഏത് വിഷയവും ഇലക്കും മുള്ളിനും ദോഷമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ കഴിയും. ശ്രുതിയുടെ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ നീറുന്ന വിഷയങ്ങളുടെ മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ അവർ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സുഷ. ഞാൻ തൃശ്ശൂർ പാലക്കാട് ബോർഡർ വാണിയം പറയുന്ന സ്ഥലത്തെന്ന് പറയുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്, ബോസ്, മോള് അക്സ. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ, എൻ്റെ അമ്മ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിനാൽ എൻ്റെ ജീവൻ ഞാൻ യേശുവിൽ തിരിച്ചു പിടിച്ച ഒരു സാക്ഷ്യം ഈ ആൾത്താരയിൽ കയറിയെന്ന് ഞാൻ പറയുകയാണ്. ഒത്തിരി വിശ്വാസത്തിലുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ സീരിയലിൻ്റെയും TV ഷോയുടെയൊക്കെ അടിമത്തത്തിലായി വിശ്വാസത്തിന് താഴെ പോയി. കുറച്ച് കഴിഞ്ഞപ്പം കുടുംബ പ്രാർത്ഥനയെല്ലാം കുടുംബത്തിൽ അസ്വസ്ഥതയൊക്കെ ഉണർന്നെടുത്തു. അങ്ങനെ ആയപ്പം എനിക്ക് തന്നെ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലെന്ന്. ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞ ഒരു ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിയാനും ഈ ഒരു ഉടമ്പടി ധ്യാനം എടുക്കുക, അപ്പം അവിടെ പോയി ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഒരു വിശ്വാസം തോന്നില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ ഈ കൃപാസനത്തെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോന്നിയപ്പം ഞാനത് അപ്പം എനിക്ക് ഇത് ശരിയാവുമെന്നൊരു സംശയം തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ ആഴമായിട്ട് ഇതിനെക്കുറിച്ച് ഇതാക്കി. ഈ നെഗറ്റീവ് പറയുന്നത് തന്നെ എന്താണെന്ന് നോക്കിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് നോക്കിയപ്പോൾ പിന്നെ ഞാൻ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മ ഇടപെട്ട് അത് പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ മാതാവ് തന്നെ അത് ഇടയാക്കി, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊറോണയുടെ ഇപ്പം കൊറോണ പിന്നെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇവിടെ വന്ന്
വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമേ പിന്നെ ഇവിടെ വന്ന് സാക്ഷ്യം അല്ല ഉടമ്പടി എടുക്കാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ആ സമയത്ത് വാക്സിനേഷൻ എടുക്കാൻ പറ്റിയിട്ടിരുന്നില്ല. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവരാനും ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പറഞ്ഞാൽ ആരും സമ്മതിക്കത്തുമില്ല. അപ്പം എനിക്ക് ഓൺലൈനിൽ ഉടമ്പടിയെക്കുറിച്ച് ആ സമയത്ത് അറിവ് കിട്ടുമ്പോൾ ഞാൻ ഓൺലൈനിൽ ആരും അറിയാതെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അപ്പം അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ട് പച്ചത്തിരിയും നീലത്തിരിയുടെയൊക്കെ കാര്യം പറയുമ്പം എനിക്കതിനെ സാധ്യതയില്ലാത്തൊരു സമയത്ത് ഞാൻ ചെറിയ തിരി മേടിച്ച് വെച്ച് കുഞ്ഞുങ്ങളുടെ പെയിൻറ്റ് എടുത്തിട്ട് ഞാൻ അതിൽ നീല കളറും പച്ച കളറും ഒക്കെ അടിച്ചു വെച്ച് വിശ്വാസത്തോടെ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ആ ദിവസം തന്നെ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥന കുറവാണ്ടിരുന്ന കുടുംബ പ്രാർത്ഥന ക്രമപ്പെട്ടു. ബൈബിൾ വായന തുടങ്ങി. എല്ലാം പരിശുദ്ധ അമ്മ ഇടപെട്ട് ഈശോയിലൂടെ അതിന് വലിയൊരു വ്യത്യാസം വരുത്തി. അതുപോലെ കുഞ്ഞുങ്ങളാണേലും വിശ്വാസത്തിൽ ആഴപ്പെടാനിടയായി. ഉടമ്പടി എടുത്ത് 10 ദിവസത്തിനുള്ളിൽ മതം ഇടവിട്ട് 18 വർഷത്തിലേറെയായിട്ട് നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തിട്ട് ഞങ്ങളുടെ കുറേ സ്ഥലം പോവുകയും ചെയ്തു. അതിലൊക്കെ എടുത്തു പോയിട്ട് എങ്ങനെ നോക്കിയാലും അത് പണിയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ 10 ദിവസത്തിനുള്ളിൽ പിന്നെ എങ്ങനെ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, സാമ്പത്തികമായിട്ടും ക്രമപ്പെട്ടു. അതുപോലെ പണിക്കാരെ കിട്ടുമ്പോൾ 10 ദിവസത്തിനുള്ളിൽ മതിലും പണിതു. ആ സമയത്ത് തന്നെ കൊറോണ കാരണം അച്ഛൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ലായിരുന്നു. വിസ ക്യാൻസലായി. അപ്പം പിന്നെ പോകാൻ നോക്കിയിട്ട് വിസ പുതുക്കി കിട്ടുന്നുമില്ലായിരുന്നു. ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ മതിൽ പണിയും പുള്ളിയുടെ വിസ പുതുക്കിയിട്ട് തിരിച്ചു പോകാനും പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ട് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കാത്ത കാര്യം അമ്മ ഇടപെട്ട് ഈശോയിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്നത്. അതുപോലെ വിശ്വാസത്തിലാന്നേലും പുറകോട്ട് പോയിരുന്ന അമ്മ എന്നെ ഒത്തിരി ഉയർത്തി. SK 37:12 അച്ഛൻ്റെ ഒരു പ്രസംഗത്തിലൂടെ അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കൊടുപ്പം അച്ഛനോട് എന്നോട് സംസാരിക്കണേ ഈശോയെ ഞാൻ പ്രാർത്ഥിച്ചപ്പം അച്ഛൻ പറഞ്ഞ് ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. അവരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ ജീവിതത്തിന് ആ ഒരു സമയത്ത് പ്രാർത്ഥനയില്ല. അപ്പം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഈശോയോട് ചേർന്ന് നോക്കുമ്പോൾ സഹനങ്ങളുണ്ടെങ്കിലും പക്ഷേ അത് സന്തോഷത്തോടെ ദൈവകരങ്ങൾ പിടിച്ച് നടക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിട്ട് എൻ്റെ ജീവിതം വിശ്വാസത്തിൽ ആഴപ്പെട്ടു, വചനത്തിൽ ആഴപ്പെടുന്നു. കുഞ്ഞുങ്ങളാന്നേലും വിശ്വാസത്തിൽ ആഴപ്പെട്ടു. ഇപ്പോൾ അവർ ശുശ്രൂഷ ചെയ്യാനൊക്കെ തുടങ്ങുക. ഈ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തതിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. 1 വർഷം അതുപോലെ കൊറോണ സമയത്തായിട്ട് 5 വർഷമായിട്ട് വിശ്വാസത്തിന് കുറച്ച് അകന്ന് നിൽക്കുമായിരുന്നു അച്ഛൻ. അപ്പം പുള്ളി പള്ളിയിലും വരുന്നില്ലായിരുന്നു, ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പം എനിക്ക് ഇവിടെ വരാനും അപ്പം എങ്ങനെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതും തന്നെ പരിശുദ്ധാത്മ അമ്മ ഇടപെട്ട് അത്ഭുതകരമായിട്ട് എനിക്കിവിടെ വരാൻ ഇടയാക്കി. ആ ഒരു സമയത്ത് തന്നെ മോൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളും എന്നിട്ട് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയുടെ ഒരു ജപമാല ദിവസമാണ് അവൾ ഉണ്ടായത്. എനിക്ക് ആദ്യം അമ്മയുടെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ അമ്മ ആ ഒരു വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തുകയും അവളുടെ ആ പിന്നെ ജപമാല ദിവസം തന്നെ ഇവിടെ വന്ന് അവൾക്ക് ഉടമ്പടി എടുക്കാനൊക്കെ അമ്മ അനുഗ്രഹം തന്നു. അതുപോലെ പുള്ളി ഹസ്ബൻഡ് ആണെങ്കിലും വിശ്വാസത്തിൽ പിന്നെ പുറകോട്ട് പോയിരുന്നത് 2ാമത്തെ ഉടമ്പടി ആയപ്പോഴത്തേക്കിന് അച്ഛന് വിശ്വാസത്തിൽ ആഴപ്പെടും. നേരത്തെ 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ കണ്ടുവരുന്ന ആൾ ഇപ്പോൾ ഏത് സമയത്തും പിന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പിന്നെ ഉടമ്പടി ധ്യാനങ്ങളുമാണ് എപ്പോഴും കാണുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്നത്. നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് തന്നത്. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെയാണ് ഭക്ഷണത്തിലൂടെയൊക്കെ ഞാൻ അച്ഛൻ അറിയാതെ ഭക്ഷണത്തിൽ നേർച്ച ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ പുള്ളി കിടക്കുന്ന കിടക്കയുടെ അടിയിൽ ഉപ്പിട്ട് ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു.
അതുപോലെ തലയണകൾ വെന്തിങ്ങ പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണെന്നുള്ള വിശ്വാസത്തിലെ പുള്ളി അറിയാതെ, കാരണം ഞാൻ ഉടമ്പടി എടുത്തതുപോലും ആരും അറിയാതെ എനിക്ക് പേടിച്ചായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹത്തോടെ കുടുംബമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാൻ ഞങ്ങളെ ഇടയാക്കിയത്. ഇപ്പം 4ാമത്തെ പുതുക്കല വന്ന് ഉടമ്പടി എടുക്കാനും പുതുക്കാനും അമ്മ അനുഗ്രഹിച്ചതിനെ ഓർത്ത് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലാണെങ്കിലും മോളെ കൊറോണ സമയത്തായിരുന്നപ്പം ഇതുങ്ങൾ എങ്ങനെ ജയിക്കണം, അപ്പം ക്ലാസ്സിൽ നേരെ എടുക്കുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നാണം കെടാൻ ഇടയാക്കല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിജയം നൽകണം, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ മോക്ക് ക്ലാസ്സിൽ അവളുടെ ഇതിൽ ഡിസ്റ്റിങ്ഷനോട് പാസ്സാകും. കോളേജിൽ തന്നെ ടോപ്പറിൽ 3-1 അവൾക്ക് പാസ്സാകാനും പറ്റി. മോന് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാനും പറ്റി. മോളുടെ സാക്ഷ്യം കാരുണ്യപ്രവൃത്തി ഞാൻ പിന്നെ പൊതിച്ചോറ് കൊടുക്കലുണ്ട്. അതുപോലെ ഈ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. വിശ്വാസത്തിൽ ഇത് ധ്യാനത്തെക്കുറിച്ച് ഒത്തിരി പേരെ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക, ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് പിന്നെ ഓർഫനേജ്, ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലത്ത് ഓർഫനേജ് ഉള്ളിടത്ത് ആരുമില്ലാത്ത ഈ പിന്നെ ഓട്ടിസം ബാധിച്ച പോലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു എന്താണ് അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ സാമ്പത്തികമായിട്ട് സഹായം കൊടുക്കുന്നുണ്ട്. പൊതിച്ചോറ് കൊടുക്കലുണ്ട്. രോഗികൾക്ക് സാമ്പത്തിക സഹായം ഇതാക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ആഴ്പ്പെടുവാൻ ഒത്തിരി പരിശുദ്ധ അമ്മ വഴി എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ എനിക്ക് ദൈവം ഇടയാക്കി. ദേവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അമ്മ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളാരും അറിയാതെയായിരുന്നു അമ്മ ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തിരുന്നത്. അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനൊക്കെ ആയിട്ട് ഒത്തിരി മാതാവ് ഈശോയോട് പറഞ്ഞ് ഞങ്ങളെ അതിനെല്ലാം ക്രമപ്പെടുത്തി. അതേപോലെ തന്നെ എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ ആദ്യമൊക്കെ അമ്മ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് വന്നപ്പം ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര സഫോക്കേഷനായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനന്ന് പോയിരുന്നത്. പക്ഷെ അമ്മ 2ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാനൊക്കെ ആയിട്ട് വന്നപ്പം ഞാനിങ്ങനെ പല കാരണങ്ങൾ നോക്കി ഇങ്ങോട്ട് വരാതിരിക്കാൻ. പക്ഷേ ഞാനന്ന് ഞങ്ങൾ വരുന്ന വഴിയിൽ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കാണുവാണ്, എൻ്റെ സന്നിധിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചൊക്കെ ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എനിക്ക് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് 8ാം ക്ലാസ് തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ആ വിഷയം പേടിയുമായിരുന്നു. അപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന മാത്സ് എല്ലാവരും പറഞ്ഞു എനിക്കത് കിട്ടത്തില്ല, അല്ലെങ്കിൽ എനിക്കതിൽ അത്ര ബുദ്ധിയില്ല എന്നൊക്കെ. പക്ഷേ അമ്മ ഉടമ്പടി എടുത്ത വഴി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചത് വഴി ഈശോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറത്തായിട്ട് എനിക്ക് ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ ഡിഗ്രി പാസ്സായത്. അതേപോലെ തന്നെ ഞങ്ങളുടെ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പേഴ്സിലും 3 പേരിൽ ഒരാളാവാനായിട്ടും അമ്മ മാതാവ് സഹായിച്ചു. അതിനുശേഷമാണ് പിന്നെ ഞാൻ CMA എന്ന് പറയുന്ന കോഴ്സ്, കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ആ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ CA പോലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളിലൊന്നാണ് അതും. അതെടുത്ത് ഞാൻ ഇൻ്ററിന് ജോയിൻ ചെയ്തപ്പം എനിക്ക് ആദ്യത്തെ ഇൻ്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പഠിക്കാനായിട്ടൊന്നും തീരെ പറ്റുന്നില്ലായിരുന്നു. ജനുവരി 5-ന് എൻ്റെ എക്സാം. എനിക്ക് ഡിസംബർ ആയിട്ടും എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാവരും 2ാമത്തെ വട്ടം റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്കിതിവിടെ തുടങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ ഉടമ്പടി എടുക്കേണ്ട, അറ്റ്ലീസ്റ്റ് നീ ഓൺലൈനിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എങ്കിലും എടുക്കാൻ. അങ്ങനെ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ ഡിസംബറിൽ ഞാൻ ഓൺലൈനിൽ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് ആ ദിവസം തന്നെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു വിഷയം, എനിക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒരു
ക്രാഷ് കോഴ്സ് 3 ദിവസത്തേന് ഇതിന് ചേരാനായിട്ട് എൻ്റെ ഒരു സാറ് അന്ന് ഒരു കാര്യവുമില്ല സാറിന് എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് ഒന്നും. പക്ഷേ സാറ് വഴി സാറന്ന് പറഞ്ഞു നിനക്ക് ഫ്രീ ആയിട്ട് നീ ആ ക്ലാസ് കൂടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 1 മാസം 2-3 മാസമെങ്കിലും നല്ലപോലെ ഇരുന്ന് പഠിച്ചാലാണ് ഈ പരീക്ഷയൊക്കെ പാസ്സാവാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ആ കുറഞ്ഞ സമയം കൊണ്ട് അച്ഛൻ പറയുന്ന പോലെ തന്നെ അമ്മ മാതാവ് ടൈം ഷോർട്ടനിങ്ങിൻ്റെ മാതാവാണ്. അതുപോലെ എൻ്റെ മെറിറ്റിലല്ല അതൊന്നും വർക്ക് ചെയ്തത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ അമ്മ പറയുന്നത് ഞാനത് ലൈറ്റ് ക്യാൻഡിൽ എടുത്തതിന് ശേഷം ഇൻ്ററിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എഴുതി കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. ഞാൻ ചുമ്മാ കള്ളത്തരം പറയാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. കാരണം ഇത്രയും സമയമില്ലാതെ ഞാൻ എങ്ങനെ പാസ്സായെന്നൊക്കെ. അപ്പോൾ ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ എടുത്തത് വഴി അമ്മ മാതാവാണ് എന്നെ ഈശോയോട് പറഞ്ഞ് എനിക്ക് പാസ്സാക്കി തന്നെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. അതിൽ അക്രൈസ്തവരായിട്ടുള്ള കുട്ടികളെ കൊണ്ട് അവർക്കിതിൽ വിശ്വാസമാവുകയും അവർ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും അതിൽ എൻ്റെ ഫ്രണ്ട്സ് എക്സാം പാസ്സാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആദ്യമൊക്കെ ഇവിടെ വന്ന് പിന്നീട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ദിവസം ഒക്ടോബർ 7-ാം തീയതി തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണേ. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിലും പത്രം കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു. പള്ളിയിലൊക്കെ ആദ്യം കൊടുക്കുമായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയൊക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു നമ്മൾ അക്രൈസ്തവരായിട്ടുള്ളവർക്ക് എല്ലാം അങ്ങനെ കൊടുക്കണം. നമ്മൾ അവിടെ നമുക്ക് എളുപ്പപ്പണിയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ബസ് സ്റ്റോപ്പിലൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ ആണെങ്കിലും അവിടെ കൂടെ എല്ലാം നടന്ന് ഓട്ടോ ഡ്രൈവേഴ്സിനാണെങ്കിലും എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. മുസ്ലിംസിനൊക്കെ ഇങ്ങനെ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചീത്ത വിളിക്കുമെന്നൊക്കെ. പക്ഷെ എൻ്റെ അമ്മ മാതാവ് സഹായിച്ച് ഞാൻ മുസ്ലിംസിന് വരെയും ഹിന്ദുക്കൾക്കൊക്കെ ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആദ്യം എനിക്കത് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷെ അതിൽ എൻ്റെ പരീക്ഷ പാസ്സാവാനും അതേപോലെ തന്നെ ഇൻ്ററിൻ്റെ 2 ഗ്രൂപ്പ് പരീക്ഷയും മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. ഇപ്പം ഞാൻ ഫൈനലിൻ്റെ എക്സാം എഴുതിയിട്ടിരിക്കുവാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും പക്ഷെ ഇപ്പോൾ അതിനെക്കാട്ടിലുപരി നിത്യജീവന് വേണ്ടിയിട്ടും ആത്മാവിൻ്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ടും ഒത്തിരി പ്രാർത്ഥിക്കാനും പിന്നെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നിയോഗം വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ 2 നിയോഗം പരിശുദ്ധാത്മാവിന് കൂടുതൽ വളരുവാനും അതേപോലെ തന്നെ ഒരു മരിയൻ മിഷണറി ആയിട്ട് മാറുവാനുമായിട്ടാണ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ വെച്ചിരിക്കുന്നത്. അതേപോലെ ഇത്രയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.